ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എഴുന്നേറ്റ് വരുന്ന വഴിയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. മോനോടെ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുവോടെ ദോശ ഇടാനുള്ള വഴി നോക്കുകയാണ്. ചേട്ടനുണ്ട്, അനിയനുണ്ട്. അനിയനെ നിങ്ങൾ അധികം വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അനിയനുണ്ട് വീഡിയോയിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനുണ്ട് വീഡിയോയിൽ. അച്ചു മോനുവിനെ വിടാനുള്ള പണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോൻ്റെ സോക്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മോന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അവൻ ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്, അറിയാലോ. അപ്പം മോന് റെഡിയായി. അപ്പം മോന് പോകാൻ തുടങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും ഓരോ പണിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ പോവുകയാണ്. അവൻ ടാറ്റ കൊടുക്കുകയാണ് എല്ലാവരും. ഭർത്താവ് പോകുമ്പോൾ പൂമുഖത്ത് പല്ലും കാണിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എഴുന്നേറ്റ് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ യഥാർത്ഥ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതാണ് ഞങ്ങൾ യഥാർത്ഥ കോലം. ഞങ്ങളിങ്ങനെയാണ് ഗൈസ്. ഞങ്ങൾ ഓരോരുത്തരെയും കാണിച്ചു തരാം. എന്നെ പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അത്രയും മതമായതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്തത്. എൻ്റെ വീട്ടിൽ രാവിലെ ഒരു നല്ല നമ്മുടെ വീട് മറ്റും നല്ല പഴുത്ത മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല. ടി വി മാത്രമേ ഞാൻ പോയി ഓഫ് ചെയ്തോ കിടന്ന് ബാത്റൂമിൽ പോലെ ആരാമില്ല. അങ്ങനെ എൻ്റെ ചേട്ടനും ജോലിക്ക് പോകാൻ തുടങ്ങിയാണ്. കണ്ണൻ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞവൻ ഷർട്ട് ഇടാത്തതുകൊണ്ട്, പക്ഷെ നമ്മൾ എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ അല്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. അപ്പം ഇതാരാ വരുന്നേ? അതേ ചിന്നുവും കുട്ടപ്പനും വന്നു, കൊച്ചും വന്നു. അപ്പോൾ അച്ചാച്ചൻ കിടക്കുവാണ്. അച്ചാച്ചന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അച്ചാച്ചൻ കിടക്കുവാണ്. അപ്പോൾ അച്ചാച്ചനോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അച്ചാച്ചൻ എഴുന്നേറ്റ് കേട്ടോ പതിയെ. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് അവർ കൊച്ചിൻ്റെ അമ്പാടിയുടെയും പാച്ചൂട്ടൻ്റെയും മുടി വെട്ടാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ പിള്ളേർ സെറ്റ് പടേനെ എല്ലാം അങ്ങോട്ട് വിട്ട് അപ്പം കുറച്ച് നേരം അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് വർത്താനം പറച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചു നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചുൻ്റെ ലുക്ക് കണ്ട് ആരാന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പിള്ളേരെല്ലാം തിരിച്ചു വന്നു. പിള്ളേരെല്ലാം ഇങ്ങനെ കിടക്കുവാണ്, കളിച്ച് മടുത്ത് ക്ഷീണിച്ച് എല്ലാവരും അങ്ങനെ കിടക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിന്നുവിന് പോകാൻ സമയമായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ സമയം ഒരു 5-5:30 അപ്പോഴത്തേനും മോനുകൂട്ടം തിരിച്ച് ജോലി കഴിഞ്ഞ് വന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വെളിയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അവർ എന്തായാലും പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മോനുവിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെളിയിൽ നിന്ന് വർത്താനം പറച്ചിലായിരുന്നു കേട്ടോ. അതേതാ ആ വണ്ടി മുറ്റത്ത് കിടപ്പുണ്ട്, അത് എടുത്തിട്ട് ഒരാഴ്ചയായി. അങ്ങനെ ചിന്നുവിൻ്റെയും കുട്ടപ്പൻ്റെയും ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ കുട്ടപ്പൻ ഫോൺ വിളിയായിരുന്നു. ഇതേ 2 മുകളിൽ കയറി പോവാണ്. അങ്ങനെ ചിന്നു അച്ചാച്ചനും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മാങ്ങ പറിക്കാനായിട്ട് മോനുകുട്ടൻ ടെറസിൽ കയറി. ഇനി നിങ്ങൾ കാണുന്നത് ചിന്നുവിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഇതാണ് ചിന്നുവിൻ്റെ കെട്ടിയവൻ. നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയാണ്. ഓരോന്ന് പറഞ്ഞ് ചിന്നുവിനെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിയൻ. അനിയന് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിന്നുവിൻ്റെ വിവിധ തരം പോസുകളാണ്. വളരെ മനോഹരമായ സ്റ്റില്ലുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? അച്ചുവാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണനും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരാൾ വീഡിയോ ഒരാൾ ഫോട്ടോ ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ എടുത്തോടാ, നിന്നോട് കൊച്ചിനെ ഉറങ്ങാൻ വിളിച്ച് വന്നു. കൊച്ചിനെ മാനസികമായി
വർഷങ്ങളായിട്ടുണ്ട് വെട്ടി വെട്ടി എടുത്ത് കാണാം. 30 വയസ്സായില്ലേ ഒന്ന് ഡൈ ആണ്. സ്വപ്നത്തിൽ പോലും ഇവിടെ സമ്മതിക്കുന്നില്ലടാ. ഇവിടെ നിനക്ക് പുതിയ ഒരു കാറ് ഇങ്ങനെ എന്തോ ലോട്ടറി പോലത്തെ അങ്ങനത്തെ അടിച്ചു കിട്ടി. അപ്പൊ തന്നെ നീ മറ്റേ പഴയ കാറ് മേടിച്ചിട്ട് എന്നിട്ട് പുതിയ കാറ് ചേച്ചിക്ക് കൊടുക്കാതെ പറഞ്ഞ എനിക്ക് തന്നെന്ന് ഞാൻ പറഞ്ഞു സ്വപ്നത്തില്. ഇവിടെ പറഞ്ഞ സ്വപ്നത്തിലാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലത്. ഈ മൂതേരി പറയുക ഞാൻ പോകും. അതുകൊണ്ട് പിന്നെ ഉമ്മതാ പാച്ചു വരുന്നില്ലേ? ചാടി ഉമ്മ തരാം. അവൻ ഇത്രയും നേരം ചേച്ചിയുടെ പാചകത്തിന് ചിറ്റാ കുഞ്ഞാളെ ഉണ്ടായിട്ട് കൊണ്ടുപോട്ടാ. ഇല്ലെങ്കിൽ നിന്റെ പാപ്പന് എപ്പോഴും എങ്ങനെ അടിച്ചിട്ട് രക്ഷിക്കുന്നു. ചിലപ്പോ ചിറ്റ ഉറക്കമായിരിക്കും. ചാറ്റാ പോട്ടടാ. അവനെ കൊണ്ടുപോക്കോ. അവരെ കൊണ്ടുപോകത്തില്ല, എനിക്ക് വേണ്ടതില്ല. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ റേഡിയോ ഓണാക്കി ആ റേഡിയോ ഓണാക്കി വയ്യായ്മ മാറിയിട്ട് എന്നടി പൊന്നെ. അതെ പൊന്ന് നമുക്ക് നമ്മൾ അച്ഛ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പോകുന്നില്ല. ഓക്കെ എന്നാടോ അവക്ക് കുട്ടൂസൊന്നും പോകുന്നില്ല, ആരും പോകുന്നില്ല. വരുവുണ്ട്. ആ അത് കറക്റ്റാ. ഇന്ന് വെള്ളം വരുന്ന ദിവസമാണോ ചേച്ചി? വളരെ കാലശേഷം അതിന് അതിഥി വന്നു. വാച്ച് ഫ്രണ്ടിലാണോ? ഉമ്മ ചാറ്റ കൊടുക്കും ചെറ്റിക്ക്. അടുത്ത പ്രാവശ്യം വരുമ്പോ പൊന്നെ കൊണ്ടുപോട്ടെ. കുഞ്ഞാവയായിട്ട് വരുമ്പോ അതിലേക്ക് ഒരെണ്ണത്തിന് വരണ്ട. പക്ഷെ വേണ്ടാണ്ടിരിക്കുമ്പോ എല്ലാത്തിനും വരണം. കൊണ്ടോ നമ്മുടെ വണ്ടി പോകുന്നുണ്ടോ? പോച്ച്. അവർ പോയതിൻ്റെ സങ്കടത്തിൽ കുട്ടി വിരിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുവാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. കാരണം ചിന്നുമായിട്ട് പിള്ളേർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കാണുന്നവരെ ബൈ.